ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പുറത്തിറങ്ങിയ വീണ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്തിരിക്കും. ഹരിക്കും നിത്യയ്ക്ക് ഒരു സ്വൈര ജീവിതം ഉണ്ടാവില്ല. നമ്മൾ ആരംഭിച്ചിട്ടല്ലേ ഉള്ളു ശരവണ. ദിവസം പോകുന്തോറും ഈ മണ്ണ് നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതനുസരിച്ച് അങ്ങ് കൂടെ നിന്നു കൊടുത്താൽ മാത്രം മതി. ആയിക്കോട്ടെപ്പാ. എടാ, കാലം കുറെ കടന്നു പോയെങ്കിലും അലച്ചില് കുറെ അലഞ്ഞെങ്കിലും നമ്മൾ എന്തായാലും കൃഷിയിലേക്ക് തന്നെ തിരിച്ചെത്തി. കൃഷിയുടെ മണ്ണിലേക്ക് ഇല്ലയോടാ. ഇനി അങ്ങോട്ട് തുടങ്ങിക്കോടാ. ആ മോള് മേടിച്ചു. കടവില്ലേ കൊണ്ട ഇവക്ക് കൊടുക്ക, മോക്കും കൊടുക്ക, മോക്കും കൊടുക്ക. കൊടുക്കാം കൊടുക്കാം. ഇത് മോക്ക്. മോള് നടന്നല്ല ആൽവൃക്ഷം പോലെ വലുതാവണം. ആ പുതിയ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ട്. ജീവന്റെ അഡ്വക്കേറ്റിനെ നമ്മൾ മാറ്റുക. എന്തിന്? നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്തി. എന്നെ ജയിൽ മോചിതനാക്കാമെന്ന് ആ വക്കീൽ പറഞ്ഞു. അഡ്വക്കേറ്റ് കോൺഫിഡന്റാ. എന്തുപറ്റി? ഇതിനകത്ത് കിടക്കുമ്പോ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ? ആത്മവിശ്വാസത്തിന് അല്പം പോലും കുറവ് വന്നിട്ടില്ല. പക്ഷേ ദേ, ചെയ്യാനുള്ള കാര്യങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ അല്പം മനപ്രയാസമുണ്ട്. നവദമ്പതികളെ ജീവിതം ആഘോഷിച്ച് തീർക്കുക. നമ്മളെ രണ്ടാളോടുള്ള വാശി പോലെ. കുറച്ചു കാലം സന്തോഷിക്കട്ടെ, അല്ലേ? കുറച്ചു കാലം, വളരെ കുറച്ചു കാലേ ഉള്ളൂ. അതിനുള്ളിൽ കാണാവുന്ന കാഴ്ചകൾ മുഴുവൻ കണ്ടു തീർക്കട്ടെ. അതൊക്കെ പോട്ടെ. വീണ എന്താ പുതിയൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞ്? ഞാൻ വിപിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ കൂടെ. അത് ശരി. നീ എങ്ങനെ തേടിപ്പിടിച്ചു? ഞാൻ തേടിപ്പിടിച്ചതല്ല, എന്നെ അന്വേഷിച്ചു വന്നതാ. ഓ, വിപിനൊരു വല്ലാത്ത ഉദ്ദേശത്തോടു കൂടി എന്റെ അടുത്തേക്ക് വന്നത്. എന്നെയും കുഞ്ഞിനെയും കൂട്ടിച്ചല്ലാതെ വിപിന്റെ അച്ഛന്റെ സ്വത്ത് വിപിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ കൂടെ പോകാൻ തീരുമാനിച്ചത്? വിപിന് വിപിന്റേതായ ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് എന്റെയും. ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ വിപിന്റെ സമ്പത്തുണ്ടല്ലോ, അതെനിക്ക് വേണം. എന്തുപറ്റി? ഏയ്, ഒരുപക്ഷെ താമസിയാതെ ഞാൻ അവിടെയും നീ ഇതിന്റെ അകത്ത് നിൽക്കുമെന്നൊരു തോന്നല്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ജീവൻ. ഞാൻ ജീവിതത്തിന്റെ ഒരുപാട് കുഴിയിൽ വീണതാ. ഒരിക്കൽ എന്നെ ചതിച്ചവനോട് എനിക്ക് ഒരു കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമില്ല. വിപിൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ജയിലിന് പുറത്ത് നിൽക്കുക. അവനെ ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതിനെനിക്ക് പകരം വീട്ടണം. ജീവ, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം അവന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് നേടിയെടുക്കണം. ദാറ്റ്സ് ഓൾ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. അപ്പോ നമുക്കിനി കോർട്ടിൽ കാണാം. വിപിൻ കൂടെ ഉള്ളപ്പോ
ജീവനെ പുറത്തിറക്കാന്നുള്ള കാര്യത്തിലെ എനിക്കൊരു സംശയമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പുറത്തിറങ്ങിയ വീണ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്തിരിക്കും. ഹരിക്ക് നിത്യയ്ക്ക് ഒരു സ്വൈര ജീവിതം ഉണ്ടാവില്ല. ഒരു കാലത്തും. എന്തു പറയുന്നു തന്റെ ഫ്രണ്ട്? എനിക്ക് അവൻ ഫ്രണ്ടൊന്നുമല്ല. ശരിക്കു പറഞ്ഞാ എനിക്ക് ഏറ്റവും ആദ്യം ശത്രുത തോന്നിയ ഒരുത്തനാ. പക്ഷേ ശത്രുക്കളുടെ ശത്രുവും മിത്രമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാ ഞാൻ ഇപ്പൊ അവനെ കാണുന്നത്. ജീവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യ വിപിൻ. ശത്രുക്കളെല്ലാം തീർക്കാനല്ലേ? അതെ. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു കാര്യവും ഞാൻ മറക്കില്ല വിപിൻ. വേദനിപ്പിച്ച ആരോടും ഞാൻ പൊറുക്കില്ല. അപ്പോ ആ കൂട്ടത്തിലല്ലേ ഞാനും? വിപിൻ ചെയ്ത തെറ്റ് വിപിൻ പരിഹരിച്ചല്ലോ. പിന്നെ എന്തിനാ പക? ഞാൻ തകർന്നു പോയൊരു നിമിഷത്തില് എന്നെ സഹായിക്കാൻ എത്തിയില്ലേ? അതിന്റെ നന്ദി ഇന്ന് എന്റെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഹരിയും നിത്യയും സുജാതയും ഒന്നും അങ്ങനെയല്ല. എന്നെ അവര് പരിഹസിച്ചതിന് ഒരു കണക്കുമില്ല. ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ അവർക്കുള്ളപ്പോഴും എന്നെ പരിഹസിക്കുന്ന കാര്യത്തില് അവരൊന്നോ. അടിയേൽക്കുന്ന ഓരോ നിമിഷത്തിലും ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ, എന്നെങ്കിലും ഒരിക്കൽ ഞാനിതിന് പകരം വീട്ടുവന്ന്. മധുര നൊമ്പരക്കാറ്റ്